ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമാക്കുന്നു. ഒരു വർഷത്തിനുള്ളിൽ 5 അതിലധികമോ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കും. CBC അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പേരിൽ സൈബർ തട്ടിപ്പിന് ശ്രമം. ആർച്ച് ബിഷപ്പിന്റെ ഫോട്ടോ പ്രൊഫൈലാക്കിയാണ് വ്യത്യസ്ത പേരുകളിൽ തട്ടിപ്പിന് ശ്രമിച്ചത്. ആരും വഞ്ചിതരാകരുതെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. മാള മേലടൂരിൽ പത്രവിതരണക്കാരന് വെട്ടേറ്റു. ബൈക്കിൽ മുഖംമൂടി ധരിച്ചെത്തിയ ആളാണ് വെട്ടിയത്. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. 2 വ്യത്യസ്ത അപകടങ്ങളിൽ 2 പേർ മരിച്ചു. എടക്കഴിയൂരിൽ കോൺക്രീറ്റ് റെഡിമിക്സ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രികൻ മരിച്ചു. മറ്റത്തൂർ നെല്ലിപ്പറമ്പിൽ മിനി ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം തൃശൂരിൽ തുടരുന്നു. 131 പോയിന്റുമായി കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ മുന്നേറുന്നു. കലോത്സവം ഞായറാഴ്ച സമാപിക്കും. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമാക്കുന്നു. ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്രത്തിന്റെ ഭേദഗതി ചെയ്ത നിയമം നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. പുതിയ ഭേദഗതി പ്രകാരം ഒരു വർഷത്തിനുള്ളിൽ 5 അതിലധികമോ തവണ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. പിഴ അടയ്ക്കാനുള്ള കാലാവധി ചലാൻ ലഭിച്ച് 45 ദിവസങ്ങളിൽ അടയ്ക്കണം. ഈ കാലാവധി നീട്ടി നൽകില്ല. പരാതിയുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ തെളിവ് സഹിതം അപ്പീൽ നൽകാം. പിഴ അടച്ചില്ലെങ്കിൽ വാഹന സാരഥി പോർട്ടലുകൾ വഴിയുള്ള സേവനങ്ങളും ഇൻഷുറൻസ്, പുക പരിശോധന എന്നിവയും തടയും. വാഹന നികുതി മാത്രമേ പിന്നീട് അടയ്ക്കാൻ സാധിക്കൂ. പിഴക്കുടിശ്ശികയുള്ള വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. കുടിശ്ശികയുള്ള വാഹനങ്ങൾ തടഞ്ഞുവെക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടാകും. RC ഉടമയായിരിക്കും എല്ലാ നിയമ നടപടികളും നേരിടേണ്ടി വരിക. CBC അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പേരിൽ സൈബർ തട്ടിപ്പിന് ശ്രമം. പേരും ചിത്രവും ഉപയോഗിച്ചാണ് തട്ടിപ്പിന് ശ്രമം നടന്നത്. ഇത് സംബന്ധിച്ച് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തട്ടിപ്പുകാർ ആർച്ച് ബിഷപ്പിന്റെ ഫോട്ടോ പ്രൊഫൈലാക്കിയാണ് വ്യത്യസ്ത പേരുകളിൽ തട്ടിപ്പിന് ശ്രമിച്ചത്. മൊബൈലിൽ വരുന്ന OTP നമ്പർ തിരിച്ചു കൈമാറാൻ ആവശ്യപ്പെടും. സഭയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വീഡിയോ ലിങ്കിൽ കയറാൻ ആവശ്യപ്പെട്ടുമാണ് തട്ടിപ്പിന് ശ്രമം നടന്നത്. ഇത്തരത്തിൽ ആർക്കും സന്ദേശങ്ങൾ അയക്കുന്നില്ലെന്നും ആരും വഞ്ചിതരാകരുതെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. മാള മേലടൂരിൽ പത്രവിതരണക്കാരന് വെട്ടേറ്റു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനാണ് ശനിയാഴ്ച പുലർച്ചെ 3:30 പത്രവിതരണത്തിനിടയിൽ വെട്ടേറ്റത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. പത്രം വിതരണത്തിനെത്തിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് സംഭവം. ബൈക്കിലെത്തിയ ആളാണ് വെട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ വർഗീസ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുൻവൈരാഗ്യമായിരിക്കാം ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഒപ്പമുണ്ടായിരുന്ന 2 ഏജന്റുമാരെ തള്ളിമാറ്റിയാണ് വർഗീസിനെ വെട്ടിയത്. ബൈക്കിലെത്തിയാൽ മുൻപ് പത്രം വാങ്ങാറുണ്ടായിരുന്നുവെന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. പ്രതിക്കായി നിരീക്ഷണ ക്യാമറ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. ദേശീയപാത 66 എടക്കഴിയൂർ കാജ സ്റ്റോപ്പിന് സമീപം കോൺക്രീറ്റ് റെഡിമിക്സ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ താനിയത്തിൽ 65 വയസ്സുള്ള രാമനാഥനാണ് മരിച്ചത്. പൊന്നാനി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന രാമനാഥന്റെ ഭാര്യ, മകന്റെ ഭാര്യ എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റത്തൂർ നെല്ലിപ്പറമ്പിൽ മിനി ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വാസുപുരം സ്വദേശി വെള്ളായിക്കുടത്ത് 67 വയസ്സുള്ള അപ്പുവാണ് മരിച്ചത്. കൊടകര പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം തൃശൂരിൽ തുടരുന്നു. 131 പോയിന്റുമായി കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ മുന്നേറ്റം തുടരുന്നു. 115 പോയിന്റുമായി മലപ്പുറം കോക്കൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ 2ാം സ്ഥാനത്തും 109 പോയിന്റുമായി ആതിഥേയരായ തൃശൂർ, ചിറ്റൂർ, പാലക്കാട് ടെക്നിക്കൽ സ്കൂളുകൾ 3ാം സ്ഥാനത്തും തുടരുന്നു. സംസ്ഥാനത്തെ 44 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നുള്ള 1500ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന കലോത്സവം ഞായറാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ടിന്റെ വേദിയിൽ തിളങ്ങി തൃശൂരിന്റെ സ്വന്തം അജ്മൽ മാഷും കുട്ടികളും.
മുലൈ കൊടുത്തേ ഹലീമാ മുലൈ കൊടുത്തേ നാലൈ ഓരം ഹബീബോരിൽ മുലൈ കൊടുത്തേ മുലൈ കൊടുത്തേ ഹലീമാ മുലൈ കൊടുത്തേ നാലൈ ഓരം ഹബീബോരിൽ മുലൈ കൊടുത്തേ 46ാമത് ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തില് പരിപാടി അവതരിപ്പിച്ച് ഗംഭീര വിജയമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. റിസൾട്ട് വന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവര് നമ്മുടെ തൃശ്ശൂരിന്റെ മക്കളാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? അത്രയുള്ള എനർജി വേണ്ട? എവിടെ എനർജി? എവിടെ എനർജി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തൊരു ഫസ്റ്റത്തെ പെർഫോമൻസ് ആണ്. ആദ്യമായിട്ടാണോ എല്ലാവരും? 46ാമത് ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തില് തൃശ്ശൂരിന്റെ മക്കളാണ് ഇപ്പോൾ മത്സരിച്ചിറങ്ങിയത്. മത്സരിച്ച ഉടനെ അവർ ടി സിയുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്കാണ് എത്തുന്നത്. അപ്പൊ അവരെ പഠിപ്പിച്ച അവരുടെ സാർ നമ്മുടെ കൂടെ ഉണ്ട്. സാറിന്റെ പേര്? എത്ര വർഷമായി ഈ ഫീൽഡില്? 7 വർഷമായി. ആദ്യമായിട്ടാണോ തൃശ്ശൂരിന് വേണ്ടിയിട്ട്? തൃശ്ശൂരാണോ അതോ? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. ആദ്യമായിട്ടാണോ ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നത്? അല്ലല്ല, രണ്ടാമത്തെ. എങ്ങനെയുണ്ട് പിള്ളേരെങ്ങനെയുണ്ട്? നല്ല മക്കളാണ്. നല്ല മക്കളാണ്. നന്നായി ചെയ്യുന്ന മക്കളാണ്. എത്ര മാസത്തെ പ്രാക്ടീസ് ആണ്? ഇത് അറൗണ്ട് ഒരു 1.5 month അത്രേ ഉള്ളൂ. എന്നാലും നന്നായി കളിച്ചു. ഓക്കെ, നമ്മുടെ പിള്ളേരുടെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് TCVക്ക് വേണ്ടി ക്യാമറമാൻ സിബി പോട്ടൂരിനോടൊപ്പം സൂര്യശങ്കർ നാരായണൻ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുത്തു. XC 138-455 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. കോട്ടയത്ത് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. രണ്ടാം സമ്മാനമായി ഓരോ കോടി വീതം 20 പേർക്ക് ലഭിക്കും. മൂന്നാം സമ്മാനമായി 10 ലക്ഷം രൂപ വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 3 ലക്ഷം രൂപ വീതം 20 പേർക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം രൂപ വീതം 20 പേർക്കും ലഭിക്കും. 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഞായറാഴ്ച തൃശ്ശൂരിൽ തിരശ്ശീല ഉയരും. കേരള സംഗീത നാടക അക്കാദമി, സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവിടങ്ങളിലെ 8 വേദികളിലായി 23 നാടകങ്ങൾ അരങ്ങിലെത്തും. നാളെ വൈകിട്ട് 5-ന് മന്ത്രി K രാജൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. അർജന്റീനയിൽ നിന്നുള്ള ഫ്രാങ്കൻസ്റ്റൈൻ പ്രോജക്റ്റാണ് ഉദ്ഘാടന നാടകം. തുടർന്നുള്ള ദിവസങ്ങളിൽ പലസ്തീൻ, ജപ്പാൻ, സ്പെയിൻ, ഡെൻമാർക്ക് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നാടകങ്ങൾ അരങ്ങിലെത്തും. ഫെബ്രുവരി 1-ന് നാടകോത്സവത്തിന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. നന്ദിപുരം മാഞ്ഞൂർ ആറ്റപ്പള്ളി പാടം റോഡിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. സ്കൂട്ടർ യാത്രക്കാരനായ വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശി നിസാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സ്കൂട്ടറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് നിർത്തി ഇറങ്ങിയ ഉടനെ തീ പടരുകയായിരുന്നു. നിസാർ പെട്ടെന്ന് ഓടി മാറിയത് മുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിമിഷ നേരം കൊണ്ട് സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചു. 6 മാസം മുൻപാണ് സ്കൂട്ടർ വാങ്ങിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. KSRTCയുടെ പുതിയ AC പ്രീമിയം സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ കൂടി സർവീസ് തുടങ്ങി. തൃശൂർ KSRTC സ്റ്റാൻഡിൽ മന്ത്രി K രാജൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. P ബാലചന്ദ്രൻ MLA, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, KSRTC MD ഡോക്ടർ PS പ്രമോജ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു.
തൃശൂർ, പാലക്കാട്, പാലക്കാട് എറണാകുളം, പാലക്കാട് തിരുവനന്തപുരം റൂട്ടുകളിലാണ് ഈ ബസ്സുകൾ സർവീസ് നടത്തുക. പ്രക്ഷുബ്ധമായിരുന്ന ഒരു കാലത്ത് അനീതിക്കെതിരെ പൊരുതാനുള്ള കേരളത്തിന്റെ ഏറ്റവും ഉറച്ച ശബ്ദമായിരുന്നു സുകുമാർ അഴീക്കോടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. നിലപാടിന്റെ നിലനിൽപ്പിനായി എന്തും ത്യജിക്കാൻ മടി കാണിക്കാത്ത ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും മന്ത്രി പറഞ്ഞു. സുകുമാർ അഴീക്കോടിന്റെ 14ാം ചരമവാർഷിക ദിനത്തിൽ എരവിമംഗലത്തെ സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് M പീതാംബരൻ, നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സുകുമാർ അഴീക്കോടിന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അഴീക്കോട് സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. സാഹിത്യ അക്കാദമി ചിത്രശാല ഹാളിൽ നടന്ന പുഷ്പാർച്ചനയിൽ മുൻ മേയർ K രാധാകൃഷ്ണൻ, ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ, അഴീക്കോട് സ്മാരക സമിതി ജനറൽ സെക്രട്ടറി സുനിൽ കൈതവളപ്പിൽ, K രാജൻ തലോർ തുടങ്ങിയവർ പങ്കെടുത്തു. റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ അഭിറാം കലോത്സവ വേദിയിലെയും മിന്നും താരമാണ്. ഇന്നു മനശ്വര ശിലയായി മാറുമോ, എന്നു ലഭിക്കുമീ ശാപമോക്ഷം. ഇന്നു മനശ്വര ശിലയായി മാറുമോ, എന്നു ലഭിക്കുമീ ശാപമോക്ഷം. 46ാമത് ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ ഒരു വിജയം നേടിയിട്ടാണ് അഭിറാം എൻ്റെ കൂടെ നിൽക്കുന്നത്. അതായത് ലളിത ഗാനത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് ആണ് അഭിറാമിനുള്ളത്. അഭിറാം, എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. അത്രേ ഉള്ളൂ? അത്രല്ല, അതൊക്കെ മേലെയുണ്ട്, പറഞ്ഞ് സങ്കടം വരുന്നു. അതെ, ഇമോഷണൽ ആവണു. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത്? ആദ്യമായിട്ടാണോ? മത്സരം രണ്ടാമത്തെ തവണയാണ്. രണ്ടാം തവണ. ഇതിന് മുമ്പ് മത്സരിച്ചിട്ട് സമ്മാനം കിട്ടിയോ? തേർഡായിരുന്നു കിട്ടിയത്. തേർഡാണ്. അപ്പൊ ഇപ്രാവശ്യം വിജയത്തിന് കുറച്ച് തിളക്കം കൂടുതലാണ്, കാരണം ഫസ്റ്റ് A ഗ്രേഡ് ആണ്. ആരാണ് ഗുരു? ദിനേശൻ സാർ. അവിടെ ചെറുപ്പം മുതലേ അപ്പോ പഠിക്കുന്നുണ്ടോ? പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? ഈ വർഷം മുതലാണ് പഠിച്ചു തുടങ്ങിയത്. ഈ വർഷം മുതലാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്. പാട്ട് പഠിച്ച് വന്നതും ആൾക്ക് ഫസ്റ്റ് A ഗ്രേഡ് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ആള് ഈ സ്കൂളിൽ മത്സരിക്കുന്നു എന്നുള്ളത് പോട്ടെ, ആളൊരു ചെറിയ സെലിബ്രിറ്റിയും കൂടിയാണ്. ഇതിനു മുമ്പ് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത ആളാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ആള് നമുക്കൊരു സിനിമാ പാട്ട് പാടിത്തരും. പാടിത്തരില്ലേ? പാടിത്തരും. அவ்வாறு நோக்கினா எவ்வாறு நாளுவே கண்ணாடி முன்னின்று பார்த்து கொண்டே ஒன்றாக செய்திட ஒரு 100 நாடகம் ஒற்றிகைகள் செய்த எதிர்பார்த்திருந்தே എതിർപ്പാരാമലേ. അഭിറാമിനോട് പാട്ട് നിർത്താൻ പറയാൻ തോന്നുന്നില്ല, അത്രയും സോൾഫുൾ ആയിട്ടാണ് അഭിറാം പാടുന്നത്. അപ്പൊ TCVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാട്ട് പാടിത്തന്ന അഭിറാമിന് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു താങ്ക്സ് പറയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ CB പോട്ടൂരിനോടൊപ്പം സൂര്യശങ്കർ നാരായണൻ. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിൽ കഥാപ്രസംഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി അപർണ. തനിയെ പഠിച്ച് അരങ്ങിലെത്തിയുള്ള ഈ വിജയത്തിന് മധുരമേറെയാണ്. കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകളിലേക്ക് മറിച്ചു നോക്കിയാൽ ആരും അന്താൾ ചെന്നു പോകുന്ന അവിശ്വസനീയമായ പലതും അവിടെ കാണും. പ്രത്യക്ഷദേവനായ രാജാവിന് വേണ്ടി രാജാധികാരത്തെ നിലനിർത്തുന്ന നെടും തൂണുകളായ നാടുവാഴികൾക്ക് വേണ്ടി, ആ നാടുവാഴികളെ തീറ്റിപ്പോറ്റുന്ന ജന്മികൾക്ക് വേണ്ടി ജന്മം തുളിച്ച അധ്വാനിക്കുന്ന ജനത കേവലം ഇരുകാലിമാടുകളായി കഴിയുന്ന കാലം. മഹാകവി G. ശങ്കരക്കുറുപ്പ് വിശ്വദർശനം എന്നതിൻ്റെ കാവ്യസമാഹാരത്തിലൂടെയാണ് ആ ഇരുളടഞ്ഞ ഏടുകളിലേക്കുള്ള വെളിച്ചം വീശുന്നത്. ആ കവിതയാണ് ഞാൻ കഥാപ്രസംഗ രൂപേണ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ചന്ദനക്കട്ടിൽ. വിമ്പല നാട്ടിലെ തമ്പുരാൻ്റെ തമ്പുരട്ടിക്കൊരു കട്ടിൽ വേണം. 46ാമത് ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തില് വിജയതിളക്കത്തിലാണ് അപർണ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. അപർണ ഇത് 3ാം തവണയാണ് മത്സരിക്കുന്നത്. എങ്കിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് A ഗ്രേഡോടെ ഇവിടുന്ന് സമ്മാനം വാങ്ങി പോകുന്നത്. എന്ത് തോന്നുന്നു അപർണ? ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ തേർഡാണ് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം എല്ലാവരും നല്ലോണം ഇതുവരെ ഈ ഒരു വർഷം ചെയ്ത എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ജഡ്ജസ് ആണെങ്കിൽ എല്ലാവരും എൻ്റെ പാട്ട്, എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്യുന്നുള്ളത്.
അതുപോലെ തന്നെ അപർണ ഒറ്റയ്ക്ക് പഠിച്ചിട്ടാണ്, അല്ലാതെ അപർണയ്ക്ക് ഒരു ഗുരുനാഥനൊന്നും ഉണ്ടായിരുന്നില്ല. അപർണ സ്വയം പഠിച്ചാണ് സംസ്ഥാന കലോത്സവത്തിൽ വന്ന് ആള് ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പ്രൗഡായിട്ട് തോന്നുന്ന ഒരു കാര്യമല്ലേ? പ്രൗഡ് പറഞ്ഞാലും പോരാ, ഭയങ്കര പ്രൗഡായിട്ടുണ്ട്. കാരണം ഞാൻ ഇതേപോലെ ഒന്നും ചെയ്യുന്ന ആളല്ല, കുറച്ച് ഷൈ ആയിരുന്നു ഫസ്റ്റൊക്കെ. എയ്ത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇറങ്ങി വന്ന ഒരാളാണ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങളായി, ഒരു വർഷം വീണ്ടും 9th ചെയ്തപ്പോൾ എനിക്ക് തേർഡ് കിട്ടി. എൻ്റെ പാരൻസൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ കൂടി പാരൻസ് നല്ലോണം സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് എനിക്കിവിടെ ഫസ്റ്റ് ഈ നിലയിൽ എത്തണമെങ്കിൽ എൻ്റെ പാരൻസ്, എൻ്റെ അമ്മ, അവരൊക്കെയാണ് കാര്യം. അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ ആളുടെ കണ്ണ് നിറയുന്നത് കണ്ടു. ജഡ്ജസിന്റെ മുമ്പിലായാലും ആളുടെ കണ്ണ് നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എന്താണ് അപ്പോൾ തോന്നിയ ഒരു ഇമോഷൻ എന്താണ്? എനിക്കിതുവരെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എനിക്ക് വന്നിട്ട് ജഡ്ജസ് വരെ കൈയൊക്കെ തന്നപ്പോൾ ഞാൻ കുറച്ച് സന്തോഷം കുറച്ച് കൂടി പോയി. ഇനി എനിക്ക് എല്ലാവരും കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ സന്തോഷം വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിയിട്ട് പാലക്കാട് ചിറ്റൂർ GT സ്കൂൾ GTHSന്റെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് അപർണ. അപ്പോൾ TCVയുടെ എല്ലാവിധ ആശംസകളും അപർണയ്ക്ക് നേരെയാണ് ഞങ്ങൾ. TCVക്ക് വേണ്ടി ക്യാമറമാൻ സിബി പോട്ടൂരിനോടൊപ്പം സൂര്യശങ്കർ നാരായണൻ. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. തുമ്പൂർ മൊഴിയിൽ ശനിയാഴ്ച പുലർച്ചെ വീട്ടുമുറ്റത്തേക്ക് ആനയെത്തി. ചെമ്മിനിയാടൻ വിജയന്റെ വീടിന് മുറ്റത്താണ് ആന വന്നു നിന്നത്. വിജയന്റെ മകന്റെ ഭാര്യ അടുക്കള ഭാഗത്തെത്തിയപ്പോൾ ആന മുറ്റത്തുകൂടെ പിറകിലേക്ക് വന്നു. പിന്നീട് ചിഹ്നം വിളിക്കുകയും ചെയ്തു. തുടർന്ന് വീട്ടുകാർ ബഹളമുണ്ടാക്കി കാട്ടാനയെ വനത്തിലേക്ക് ഓടിച്ചു. അരൂർ മൊഴിയിൽ പുതിയടത്ത് സുരേന്ദ്രന്റെ വീട്ടുപറമ്പിൽ 2 ദിവസം മുൻപ് കാട്ടാന എത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. തൃശൂർ നഗരത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പട്ടാപ്പകൽ വയോധികയുടെ 1.25 പവന്റെ മാല അജ്ഞാതൻ കബളിപ്പിച്ച് കടന്നു. പാലക്കാട് മുടപ്പല്ലൂർ സ്വദേശി കല്യാണിയുടെ മാലയാണ് അജ്ഞാതൻ കബളിപ്പിച്ച് കൈക്കലാക്കി കടന്നത്. ഈ മാസം 19-നാണ് സംഭവം. ജൂബിലി മിഷൻ ആശുപത്രിയിലെത്തിയ കല്യാണിയുടെ അടുത്തെത്തിയ ആൾ കല്യാണിയുടെ മകളെ നെഞ്ചുവേദനയെ തുടർന്ന് താൻ ഇതേ ആശുപത്രിയിൽ എത്തിച്ചെന്നും അടിയന്തര ചികിത്സയ്ക്കായി പണം കെട്ടിവയ്ക്കണമെന്നും അറിയിച്ചു. പണമില്ലെങ്കിൽ സ്വർണം പണയം വെച്ച് പണം അടയ്ക്കാമെന്ന നിർദ്ദേശം വെച്ചതോടെയാണ് കല്യാണി കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല ഊരി നൽകിയത്. പിന്നീട് കല്യാണിയുമായി ആശുപത്രിയിലൂടെ നടന്നു നീങ്ങിയ ഇയാൾ പെട്ടെന്ന് അപ്രത്യക്ഷനായി. പിന്നാലെയാണ് കബളിപ്പിക്കപ്പെട്ട വിവരം കല്യാണിക്ക് മനസ്സിലാകുന്നത്. ഇതോടെ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ ബൈക്കുകൾ കത്തി നശിച്ചത് റെയിൽവേയുടെ വീഴ്ചയാണെന്ന് ആരോപിച്ച് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ധർണ നടത്തി. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. അനാവശ്യ നിയമ തടസ്സങ്ങൾ ഒഴിവാക്കി ഉടൻ മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് ധർണയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. കരാറുകാരന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണം. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. റവന്യൂ മന്ത്രി K. രാജൻ ദേശീയ പതാക ഉയർത്തും. പരേഡിൽ പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, SPC, സ്റ്റുഡൻസ് ആൻഡ് കേഡറ്റ്സ് തുടങ്ങിയവർ അണിനിരക്കും. പരേഡിന്റെ പരിശീലനം തേക്കിൻകാട് മൈതാനിയിൽ നടന്നു. വെള്ളമില്ലാത്തതിനെ തുടർന്ന് മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ കൃഷി ഉണക്കുഭീഷണിയിൽ. മറ്റത്തൂർ കൃഷിഭവൻ പരിധിയിലുള്ള 17 പാടശേഖരങ്ങളിൽ ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ച് കൃഷിയിറക്കുന്ന ഏക പാടശേഖരമാണ് മാങ്കുറ്റിപ്പാടം. ഈ പാടശേഖരത്തിന് തൊട്ടടുത്തുകൂടി വെള്ളിക്കുളം വലിയ തോട് ഒഴുകുന്നുണ്ടെങ്കിലും തോട്ടിലെ വെള്ളം പാടശേഖരത്തിലേക്ക് എത്തിക്കാൻ സംവിധാനമില്ല.
മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ നിന്ന് കല്ലംകുഴി തോട് വഴി എത്തുന്ന വെള്ളമാണ് മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. മറ്റത്തൂർ കനാൽ വഴി വെള്ളമെത്താതായിട്ട് 10 ദിവസത്തിലേറെയായതിനാൽ കല്ലംകുഴി തോട് വറ്റി വരണ്ടു കിടക്കുകയാണ്. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര മെയിൻ കനാൽ വഴി മറ്റത്തൂർ ബ്രാഞ്ച് കനാലിലേക്ക് എത്രയും വേഗം വെള്ളം എത്തിക്കണമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി ശിവരാമൻ പോതിയിൽ ആവശ്യപ്പെട്ടു. കൃത്യമായി വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഈ നെൽകൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ 20 ദിവസം കൂടുമ്പോൾ വന്നാൽ കാര്യമില്ല, 10-15 ദിവസത്തിനുള്ളിൽ വെള്ളം വരണം. ഇപ്പോൾ ഞങ്ങൾക്ക് പൊട്ടല് വന്ന് കൊരിക്കൽ നിൽക്കുന്ന സമയമാണ്, ആ സമയത്താണ് വെള്ളം ഇല്ലാണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 ദിവസമെങ്കിലും ആയി കഴിഞ്ഞു വെള്ളം പറ്റിയിട്ട്. കനാലിൽ വെള്ളം വന്നാൽ 10 ദിവസം വെള്ളം ഉണ്ടാവും, ബാക്കി 10 ദിവസം വെള്ളമില്ല. ഇപ്പോൾ കട്ട വീണ്ട് വരണ്ട് ആകെ നെല്ല് മോശമായി. നെൽച്ചെടികളിൽ കതിര് വന്ന സമയത്താണ് ജലക്ഷാമം രൂക്ഷമായത്. ദിവസങ്ങളോളം വെള്ളമില്ലാതിരുന്നത് കണ്ടങ്ങളിൽ വൻതോതിൽ കളകൾ മുളച്ചു പൊന്താനും കാരണമായിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിനുള്ള വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ D. സാജു, ഡെപ്യൂട്ടി ഡയറക്ടർ K. സിദ്ദിഖ്, KG വിജയഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി VR പുരത്ത് മുഖംമൂടി ധരിച്ചയാൾ പരിഭ്രാന്തി പരത്തി. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് ഐനിക്കാടൻ ഷാജി വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ മുഖംമൂടി ധരിച്ചയാളെ കണ്ടത്. ഇയാളെ വിളിക്കുകയും പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും ഓടിപ്പോവുകയായിരുന്നുവെന്ന് ഷാജി പറഞ്ഞു. സമീപവാസി കളപ്പുര പൈലന്റെ വീട്ടിലെ CCTV ക്യാമറയിൽ അജ്ഞാതന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. വീടിന് മുൻഭാഗത്തുകൂടെ അതിവേഗതയിൽ നടന്നുപോകുന്ന ദൃശ്യമാണ് പതിഞ്ഞിരിക്കുന്നത്. VR പുരം ഗ്രീൻ വാലി അസോസിയേഷൻ ഭാരവാഹികൾ ചാലക്കുടി പോലീസിൽ പരാതി നൽകി. ഇനി വാണിജ്യം. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ പുതുവിപ്ലവത്തിന് തുടക്കം കുറിച്ച് തൃശൂർ ചിറ്റിലപ്പള്ളി IES എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് സെൽ പ്രവർത്തനം ആരംഭിച്ചു. വിദ്യാഭ്യാസവും വ്യവസായവും തമ്മിലുള്ള അകലം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ തലശ്ശേരി തിങ്ക് ഫോർ ടെക് ഇന്നൊവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന് കീഴിലാണ് പദ്ധതി ആരംഭിച്ചത്. ക്യാമ്പസിനുള്ളിൽ തന്നെ വ്യവസായ ലോകത്തെ പ്രായോഗിക അനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ വിദ്യാർത്ഥികൾ കേവലം പഠിതാക്കൾ മാത്രമാകാതെ ഉൽപ്പന്നങ്ങൾ തത്സമയം നിർമ്മിക്കുന്ന പ്രൊഫഷണലുകൾ കൂടിയായി മാറും. സെല്ലിന്റെ ഉദ്ഘാടനം കൊച്ചി നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറിയിലെ ഔട്ട്സ്റ്റാൻഡിംഗ് സയന്റിസ്റ്റ് K. രമീത്ത നിർവഹിച്ചു. IES എഡ്യൂക്കേഷൻ സിറ്റി പ്രസിഡന്റ് PT സയ്യദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പാൾ ഡോക്ടർ S. ബ്രില്ലി സംഗീത മുഖ്യ പ്രഭാഷണം നടത്തി. IES എഡ്യൂക്കേഷൻ സിറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് KP അബ്ദുൾ റഷീദ്, ഡയറക്ടർമാരായ KP മുഹമ്മദ് അലി, VC ഷഹീദ, കോഴിക്കോട് സേതു സീതാരാം സ്കൂൾ മാനേജർ അബ്ദുൾ റഹ്മാൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി MK രചന, P. ലിനു ബാബു, TV സിന്ധു എന്നിവർ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് ഹ്യൂമനോയിഡ് റോബോട്ടിക് ടീച്ചറിന്റെ ഔദ്യോഗിക ലോഞ്ചും നടന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,540 രൂപ, പവന് 1,16,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമാക്കുന്നു. 1 വർഷത്തിനുള്ളിൽ 5 അതിലധികമോ തവണ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കും. CBCA അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പേരിൽ സൈബർ തട്ടിപ്പിന് ശ്രമം. ആർച്ച് ബിഷപ്പിന്റെ ഫോട്ടോ പ്രൊഫൈലാക്കിയാണ് വ്യത്യസ്ത പേരുകളിൽ തട്ടിപ്പിന് ശ്രമിച്ചത്. ആരും വഞ്ചിതരാകരുതെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. മാള മേലടൂരിൽ പത്രവിതരണക്കാരന് വെട്ടേറ്റു. ബൈക്കിൽ മുഖംമൂടി ധരിച്ചെത്തിയ ആളാണ് വെട്ടിയത്. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല.
2 വ്യത്യസ്ത അപകടങ്ങളിൽ 2 പേർ മരിച്ചു. എടക്കഴിയൂരിൽ കോൺക്രീറ്റ് റെഡിമിക്സ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രികൻ മരിച്ചു. മറ്റത്തൂർ നെല്ലിപ്പറമ്പിൽ മിനി ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം തൃശൂരിൽ തുടരുന്നു. 131 പോയിന്റുമായി കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ മുന്നേറുന്നു. കലോത്സവം ഞായറാഴ്ച സമാപിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.